വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പട്ടയം ലഭിച്ചുവെങ്കിലും പോക്കുവരവ് നടത്താൻ കഴിയാതെ 7 മാസമായി വിവിധ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇടുക്കിയിൽ 30ഓളം കുടുംബങ്ങൾ. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മ്ലാമല, തേങ്ങാക്കൽ, പുതുവൽ മേഖലയിലെ കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത്. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ മെയ് 10-ാം തീയതി ഇടുക്കിയിൽ വെച്ച് നടത്തിയ പട്ടയമേളയിലാണ് വണ്ടിപ്പെരിയാറിലെ 28 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത്. പട്ടയം കിട്ടി 7 മാസം കഴിഞ്ഞിട്ടും ഇത് പോക്കുവരവ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണിവർ. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമല പുതുവൽ, തേങ്ങാക്കൽ പുതുവൽ, 110 പുതുവൽ, ലാൻഡ്രം പുതുവൽ എന്നീ മേഖലകളിലാണ് ഇവർ താമസിക്കുന്നത്. ഏലപ്പാറ, മഞ്ചുമല, പീരുമേട് വില്ലേജുകളുടെ അതിർത്തി പ്രദേശമാണിവിടം. നിലവിൽ ഈ കുടുംബങ്ങൾ ഏലപ്പാറ വില്ലേജ് പരിധിയിലാണ്. എന്നാൽ ഭൂമിയുടെ രേഖകൾ പീരുമേട് വില്ലേജിലും. ഇതാണ് പോക്കുവരവ് ചെയ്യാൻ തടസ്സം. ഇതിന് പരിഹാരമുണ്ടായാൽ പ്രതിസന്ധി മാറും. പട്ടയം തന്നതിന് ശേഷം ഞങ്ങൾ പട്ടയമെല്ലാം വാങ്ങിച്ചു. പട്ടയം മേള വെച്ച് ഞങ്ങൾക്ക് പൈനാവ് വെച്ചാണ് ഞങ്ങൾക്ക് പട്ടയം തരുന്നത്. മേളയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പട്ടയം വാങ്ങിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ താലൂക്കിൽ വന്നു, വില്ലേജിൽ ചെന്നു പട്ടയം പോക്കുവരവ് ചെയ്യുന്നതിന്. പോക്കുവരവ് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ ഏലപ്പാറ വില്ലേജിലേക്കാണ് ഞങ്ങൾക്ക് സ്ഥലം തന്നിരിക്കുന്നത്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ സ്ഥലം പട്ടയം തന്നിട്ടുണ്ട്, പോക്കുവരവ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ താലൂക്കിൽ ചെല്ലാനാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ താലൂക്കിൽ വന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് എന്നാന്ന് കൃത്യം അറിയത്തില്ല, ഞങ്ങളെല്ലാ പേപ്പറുകളും കളക്ടറേറ്റിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും 30 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ സ്ഥലമുണ്ട്. കർഷകരും തോട്ടം തൊഴിലാളികളുമാണിവർ. വീട് നിർമ്മാണം, മക്കളുടെ വിവാഹ ആവശ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി ബാങ്ക് വായ്പ പോലും തരപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ജില്ലാ സർവേ സൂപ്രണ്ട് സ്ഥലം സന്ദർശിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഉത്തരവിറക്കിയാൽ പ്രശ്നം പരിഹരിക്കാം. എന്നാൽ ഈ നടപടികൾ അനിശ്ചിതമായി വൈകുകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി.